ഹലോ, DOL, സ്റ്റാർട്ടർ ഡെൽറ്റ, ഓട്ടോ ട്രാൻസ്ഫോർമർ, സ്റ്റാർട്ടറുകൾ എന്നിവ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആരംഭിക്കുക, പ്രവർത്തിപ്പിക്കുക എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഒരു DOL സ്റ്റാർട്ടറിന്റെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് കൺട്രോൾ സർക്യൂട്ട് കണക്ഷൻ ഉണ്ടാക്കുക. ഒരു മാനുവൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയുകയും 3 ഫേസ് സ്ക്വിറൽ കേജ് മോട്ടോറുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുക. സ്റ്റാർട്ടറായി 3 കോണ്ടാക്ടറിനൊപ്പം ഒരു ഓട്ടോ ട്രാൻസ്ഫോർമറുമായി 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ബന്ധിപ്പിക്കുക. വ്യത്യസ്ത തരം സ്റ്റാർട്ടറുകൾ: നേരിട്ടുള്ള ഓൺലൈൻ സ്റ്റാർട്ടർ DOL, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോർമർ സ്റ്റാർട്ടർ. നെയിം പ്ലേറ്റ് വിശദാംശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഉപകരണങ്ങളുടെ റേറ്റിംഗ് തിരഞ്ഞെടുക്കുന്നത്. ഇൻഡക്ഷൻ മോട്ടോറിന്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആവശ്യമായ ഉപകരണങ്ങളെ പട്ടികയിൽ കാണിച്ചിരിക്കുന്നു. ഇനി അടുത്ത ദൗത്യം DOL സ്റ്റാർട്ടറുകളുടെ ഭാഗങ്ങൾ തിരിച്ചറിയുകയും കണക്ഷനുകൾ നടത്തുകയും ചെയ്യുക എന്നതാണ്. DOL സ്റ്റാർട്ടറിന്റെ അളവുകൾ ഈ ചിത്രത്തിൽ നിരീക്ഷിക്കാവുന്നതാണ്. നമുക്ക് കോണ്ടാക്ടർ യൂണിറ്റ്, ഓവർലോഡ് റിലേ യൂണിറ്റ്, സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ യൂണിറ്റ്, ഫിക്സിംഗ് സ്ക്രൂകൾ, ഹുക്കപ്പ് കേബിളുകൾ, ICTP സ്വിച്ച്, DOL സ്റ്റാർട്ടർ ബേസ്, കവർ എന്നിവ ശേഖരിക്കാം. നമുക്ക് ഇപ്പോൾ കോണ്ടാക്ടറിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയാം. ഇവയാണ് ഇൻപുട്ട് ടെർമിനലുകൾ, ഔട്ട്പുട്ട് ടെർമിനലുകൾ, പ്രധാന ടെർമിനലുകൾ, സഹായ ടെർമിനലുകൾ, ചലിക്കുന്ന കോണ്ടാക്റ്റുകൾ, സ്ഥിരമായ കോണ്ടാക്റ്റുകൾ. കോണ്ടാക്ടറിന്റെ നോ വോൾട്ട് കോയിൽ പരിശോധിക്കുക. ഇതൊരു ഓവർലോഡ് റിലേയാണ്. ഇതിന്റെ റേറ്റിംഗ് നോക്കുക. ഇവ സാധാരണയായി അടച്ച റിലേ കോണ്ടാക്റ്റുകളാണ്. അടുത്ത ഘട്ടം മൗണ്ടിംഗ് സ്ക്രൂകൾ ഉപയോഗിച്ച് സ്റ്റാർട്ടർ ബോക്സിൽ ആക്സസറികൾ മൗണ്ട് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് നമുക്ക് ഹുക്കപ്പ് കേബിളുകൾ സ്റ്റാർട്ടർ സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ആവശ്യാനുസരണം ഹുക്കപ്പ് കേബിളുകൾ അളന്നു മുറിക്കുക. ഇനി നമുക്ക് അവയെ ബന്ധിപ്പിക്കാം. സ്റ്റാർട്ടറിന്റെ ഏതെങ്കിലും ചലിക്കുന്ന മെക്കാനിസത്തിൽ കേബിളുകൾ ഇടപെടാത്ത തരത്തിൽ ഹുക്കപ്പ് കേബിളുകളുടെ ഹാർനസ് പരിശോധിക്കുക. DOL സ്റ്റാർട്ടറിന്റെ ആന്തരിക വയറിന്റെ പൂർണ്ണമായ കണക്ഷൻ ഞങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കും. വയറിംഗ് ഇപ്പോൾ അവസാനിച്ചതിനാൽ സ്റ്റാർട്ടർ ഭിത്തിയിൽ അല്ലെങ്കിൽ ഫ്രെയിമിൽ ഘടിപ്പിക്കുന്നതിന് സ്റ്റാർട്ടർ ബേസ് ബോക്സിലെ ദ്വാരങ്ങൾ കണ്ടെത്തുക. സ്റ്റാർട്ടർ ഭിത്തിയിൽ അല്ലെങ്കിൽ ഫ്രെയിമിൽ ലംബമായി ഘടിപ്പിക്കാം. അടുത്തതായി ഞങ്ങൾ സ്റ്റാർട്ടർ ഇൻകമിംഗ് ടെർമിനലുകളുടെ പ്രധാന വിതരണം ത്രൂ ICTP സ്വിച്ച്. സ്റ്റാർട്ടർ ഔട്ട്ഗോയിംഗ് ടെർമിനലുകൾ അമ്മീറ്റർ, വോൾട്ട്മീറ്റർ എന്നിവയ്ക്കൊപ്പം 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിലേക്ക് പോകുന്നു. സംരക്ഷിത എർത്തിംഗ് കണ്ടിന്യൂറ്റി കണ്ടക്ടറുകൾ, അതായത് മോട്ടോർ, സ്റ്റാർട്ടർ കേസ്, ICTP സ്വിച്ച് എന്നിവയുമായി 2 വ്യത്യസ്ത PE കണക്ഷനുകൾ ബന്ധിപ്പിക്കുക. കൂടാതെ PE തുടർച്ചാ കണ്ടക്ടറുകളെ പ്രധാന ഭൂമിയിലേക്ക് സുരക്ഷിതമായി ബന്ധിപ്പിക്കുക. മോട്ടോറിന്റെ മുഴുവൻ ലോഡ് കറന്റ് പരിശോധിച്ച് സ്റ്റാർട്ടറിന്റെ ഓവർലോഡ് റിലേ സജ്ജമാക്കുക.
മോട്ടോറിന്റെ ഹോഴ്സ് പവർ റേറ്റിംഗ് കണക്കിലെടുത്ത് സ്റ്റാർട്ടറിന്റെ മാനുഫാക്ചർ ശുപാർശ ചെയ്യുന്ന ഒരു ബാക്കപ്പ് ഫ്യൂസ് നൽകുക. പ്രധാന കണക്ഷനുകൾ, എർത്ത് കണക്ഷനുകൾ, ഓവർലോഡ് ക്രമീകരണം, ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് എന്നിവ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ അംഗീകരിച്ചു. ICTP സ്വിച്ച് ഓൺ ചെയ്യുക. സ്റ്റാർട്ടറിന്റെ സ്റ്റാർട്ട് S3 ബട്ടൺ ഉപയോഗിച്ച് മോട്ടോർ ആരംഭിക്കുക. ആരംഭിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് കറന്റിനായി അമ്മീറ്റർ വായിക്കുക. മോട്ടോർ നോർമൽ റണ്ണിങ്ങിൽ ആയിരിക്കുമ്പോഴുള്ള വോൾട്ട് മീറ്റർ, അമ്മീറ്റർ മൂല്യങ്ങൾ വായിക്കുക. ഒരു ടാക്കോമീറ്ററിന്റെ സഹായത്തോടെ റോട്ടറിന്റെ യഥാർത്ഥ വേഗത അളക്കുക. സ്റ്റാർട്ടറിന്റെ സ്റ്റോപ്പ് S2 ബട്ടൺ ഉപയോഗിച്ച് മോട്ടോർ സ്വിച്ച് ഓഫ് ചെയ്യുക. മെയിൻ ഓഫ് ചെയ്യുക. റിമൂവ് ദ ഫ്യൂസസ്. കണക്ഷനുകൾ വിച്ഛേദിക്കുക. സിൻക്രോണസ് വേഗത നിർണ്ണയിക്കുക. പട്ടിക 1-ൽ മൂല്യം നൽകുക. ഇനി നമുക്ക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ കണക്ഷൻ പരിശോധിക്കാം. മെയിൻ ഓഫ് ചെയ്ത് ഫ്യൂസ് നീക്കം ചെയ്യുക. മോട്ടറിന്റെ ടെർമിനൽ കവറും സ്റ്റാർട്ടറിന്റെ മുൻ കവറും നീക്കം ചെയ്യുക. ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ബന്ധിപ്പിക്കുന്നതിന് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന് 6 ടെർമിനലുകൾ ഉണ്ടായിരിക്കണം. അവ സാധാരണയായി A1, B1, C1 ആൻഡ് A2, B2, C2 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. കണക്ഷൻ അനുസരിച്ച് ആന്തരിക കണക്ഷനുകൾ നടത്താം. ഇനി നമുക്ക് സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് മോട്ടോർ, സ്റ്റാർട്ടർ, ICTP സ്വിച്ച് എന്നിവയുടെ കണക്ഷനുകൾ ഉണ്ടാക്കാം. അമ്മീറ്റർ മെയിൻ സ്വിച്ചിൽ നിന്നുള്ള ലൈൻ കേബിളുകളിലൊന്നിൽ പരമ്പരയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. വോൾട്ട് മീറ്റർ 2 ലൈൻ കേബിളുകളിലുടനീളവും. ഫ്യൂസ് കരിയറിൽ നൽകിയിരിക്കുന്ന മോട്ടോർ റേറ്റിംഗ് അനുസരിച്ച് ഫ്യൂസ് എലമെന്റ് വയർ ചെയ്യുകയും മെയിൻ സ്വിച്ചിൽ കാരിയറുകളെ തിരുകുകയും ചെയ്യുക. മോട്ടോറിന്റെ ഫുൾ ലോഡ് കറന്റ് റേറ്റിംഗ് അനുസരിച്ച് ഓവർലോഡ് റിലേ സജ്ജമാക്കുക. മെയിൻ സ്വിച്ച്, സ്റ്റാർട്ടർ, മോട്ടോർ ഫ്രെയിം എന്നിവയുടെ മെറ്റൽ ബോഡിക്ക് ഡബിൾ എർത്ത് നൽകുക. കണക്ഷനുകൾ പൂർത്തിയാകുമ്പോൾ മെയിൻ ഓൺ ചെയ്യുക. വോൾട്ട് മീറ്റർ റീഡിംഗ് നിരീക്ഷിച്ച് ഹാൻഡിൽ പോസിറ്റീവായി സ്റ്റാർ പൊസിഷനിലേക്ക് നീക്കുക. അതേസമയം സ്റ്റാർട്ടിംഗ് കറന്റ് നിരീക്ഷിച്ച് പട്ടിക 2-ൽ നൽകുക എന്നതാണ് അടുത്ത ഘട്ടം. മോട്ടോർ ആരംഭിക്കാൻ അനുവദിക്കുക. തുടക്കത്തിൽ ഓടുക. കറങ്ങുന്ന ഷാഫ്റ്റിന്റെ ശബ്ദം സ്ഥിരമായ അവസ്ഥയിൽ വരട്ടെ. തുടർന്ന് ഹാൻഡിൽ ഡെൽറ്റ സ്ഥാനത്തേക്ക് പോസിറ്റീവായി നീക്കുക. നമുക്ക് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ രേഖപ്പെടുത്തി പട്ടിക 2-ൽ നൽകാം. പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ മോട്ടോർ എടുത്ത കറന്റ് രേഖപ്പെടുത്തുക. കറന്റ് മൂല്യം പട്ടിക 3-ൽ നൽകുക. സ്റ്റാർട്ടറിന്റെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി മോട്ടോർ നിർത്തുക. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഫ്യൂസുകൾ നീക്കം ചെയ്യുക. ഇപ്പോൾ R, Y എന്നീ 2 ലൈൻ കേബിളുകൾ L2, L1 എന്നീ ടെർമിനലുകളിലേക്ക് മാറ്റി പ്രധാന സ്വിച്ചിൽ ഫ്യൂസ് കാരിയറുകളെ തിരുകുക. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മോട്ടോർ വീണ്ടും ആരംഭിക്കുകയും റീഡിങ്ങുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. മോട്ടോർ നിർത്തുക. വിതരണം സ്വിച്ച് ഓഫ് ചെയ്ത് ഫ്യൂസ് നീക്കം ചെയ്യുക. തുടർന്ന് ലൈൻ കേബിളുകൾ Y, B ടെർമിനലുകളെ L3, L1 എന്നിവ പരസ്പരം മാറ്റി വീണ്ടും പ്രധാന സ്വിച്ചിൽ ഫ്യൂസ് കാരിയർ തിരുകുക. മോട്ടോർ വീണ്ടും ആരംഭിച്ച് റീഡിങ്ങുകൾ നിരീക്ഷിക്കുക. മോട്ടോർ നിർത്തി ഭ്രമണദിശ മാറ്റുന്ന രീതിയെക്കുറിച്ച് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക. മെയിൻ ഓഫ് ചെയ്യുക. ഫ്യൂസ് കാരിയർ നീക്കം ചെയ്യുക. എല്ലാ കണക്ഷനുകളും നീക്കം ചെയ്യുക.
സ്റ്റാർട്ടർ കണക്ഷനായി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ആണ്. കണക്ഷൻ ഡയഗ്രാം അനുസരിച്ച് കണക്ഷനുകൾ ഉണ്ടാക്കാം. റേറ്റ് ചെയ്ത വോൾട്ടേജ് പ്രയോഗിക്കുന്നതുവരെ ഓട്ടോ ട്രാൻസ്ഫോമർ മാറ്റുക. മോട്ടോറിന്റെ RPM അളക്കുക. ഇപ്പോൾ പരീക്ഷണം പൂർത്തിയായി. വോൾട്ടേജ് 0-ൽ എത്തുന്നതുവരെ ഓട്ടോ ട്രാൻസ്ഫോമർ നോബ് ഇടത്തേക്ക് തിരിക്കുക. മെയിൻ സ്വിച്ച് ചെയ്യുക. നമ്മൾ പഠിച്ചത് റീക്യാപ്പ് ചെയ്യാം. ഒരു DOL സ്റ്റാർട്ടറിന്റെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് കൺട്രോൾ സർക്യൂട്ട് കണക്ഷൻ ഉണ്ടാക്കുക. ഒരു മാനുവൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയുകയും 3 ഫേസ് സ്ക്വിറൽ കേജ് മോട്ടോറുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുക. ഒരു ഓട്ടോ ട്രാൻസ്ഫോമറുമായി 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ബന്ധിപ്പിക്കുക. സ്റ്റാർട്ടറായി 3 കോണ്ടാക്ട്. ഇൻഡക്ഷൻ മോട്ടോറുകളുടെ സ്റ്റാർട്ടറുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത സെഷനിൽ കാണാം.